ഏട്ടൻ്റെ ഒരു കയ്യിൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ കൊക്ക പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓൾറെഡി ഉള്ള കൊക്ക മാറ്റിയിട്ട് വേറെ എസ്ലോക്ക് അതിൻ്റെ ഇത് ചെയ്തേ. അങ്ങനെ അതും ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയും. വണ്ടി കുറച്ച് അങ്ങോട്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും കഴുകാൻ വേണ്ടി തൊട്ട് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഈ മഴക്കത്ത് കഴുകാൻ കൊടുത്തത് എന്തിനാന്ന് വരെ ചിന്തിച്ചു. ഇനി പിന്നെ മഴ എന്നിട്ട് കാര്യമില്ല, പക്ഷേ അവിടെ കുറേ ആൾ കഴുകാൻ വന്നിട്ടുണ്ട്. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാറിലടുത്തേക്ക് വന്നേ. വന്ന് നോക്കുമ്പോൾ പുറം ഭാഗമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉള്ളിൽ കഴുകിയിട്ടൊന്നും തുടച്ചിട്ടോ ഒന്നും ഇല്ലേനു. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് എന്നിട്ട് അവരെല്ലാം ക്ലീനാക്കി അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരേക്ക് പോകേണ്ട പാക്കിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ചങ്ങായിൻ്റെ വീട്ടിൽ പോകണ്ടേനു. അപ്പോൾ അവിടെ പോയി പിന്നെ അവിടെ ചങ്ങായിൻ്റെ ഉപ്പാനോടൊക്കെ സംസാരിച്ചിരുന്നു. റയ്യുവിൻ്റെ പണി എന്തെല്ലോ വിശേഷം പറയുന്നുണ്ടായിനി. പിന്നെ കോഫിയെല്ലാം കണ്ട് അതിലൊക്കെ പോയി തൊട്ട് തലോടി. പിന്നെ എനിക്ക് കാര്യമായിട്ട് കിട്ടിയത് റിമോട്ടും മറ്റേ ചെറിയ ഫോണും. അതെനിക്ക് ഭയങ്കര കാര്യമാണ്. വലിയ ഫോണ് വലിയ കാര്യമില്ല, പക്ഷേ ചെറിയ ഫോൺ ഒക്കെ എവിടെ നിന്നായാലും എന്നെ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പോകുന്ന സമയത്ത് വാങ്ങി വെക്കുമ്പോൾ നല്ല കരച്ചിലെല്ലാം ഉണ്ടായിനു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിനി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് പിന്നെ ഒരു ബേക്കറി കയറിണ്ടായിന്. പിന്നെ ബേക്കറിയിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ റൂമിലേക്ക് കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കയറിയിട്ടല്ലേ. പിന്നെ അവിടുന്ന് വാങ്ങിയിട്ട് വേണം വിടാൻ. റയ്യുന് ബേക്കറി വേണ്ടേ? ആ ചായക്ക് കടി എന്നാ വേണ്ടേ റയ്യുന്? നമ്മളെവിടെയാ റയ്യു പോന്നേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, എവിടെയാ പോന്നേ? കിട്ടിയല്ലേ? അങ്ങനെ റയ്യുവിൻ്റെ ഒരു ടിക്കറ്റെല്ലാം കിട്ടി. പിന്നെ വാങ്ങിയ ബേക്കറിയെല്ലാം ചങ്ങായിക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ വണ്ടിയിലെല്ലാം സെറ്റാക്കി എന്നിട്ട് പിന്നെ വണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് അവിടുന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇരുട്ടിയിലെത്തി. പിന്നെ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. Just be thrilled. അങ്ങനെ നമ്മൾ ചുരമെല്ലാം കയറിയിട്ട് കൂർഗേറ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഹോട്ടലില്ലേ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂർഗേറ്റിലേക്ക് എത്തി. അവിടുത്തെ ഹോട്ടൽ അടച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെയാണ് പോക്ക്. പക്ഷെ ഇപ്പം കുറേയായി നമ്മൾ ഇടത്തോട്ടേക്ക് അങ്ങനെ പോകുന്നു. കാരണം നേരെ പോയി കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട്
ഇങ്ങനെ മറ്റേ താർ ചെയ്യാൻ വേണ്ടിയിട്ടിലും റോഡ് കുത്തിക്കളിച്ചിട്ടില്ലാതെ ഇതാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഇതിൽ വിട്ട് അങ്ങനെ പോക്കാം. അങ്ങനെ നമ്മൾ ആനേനെല്ലാം ഇന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ ആനേനെ കാണില്ല. ഇത് ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയത് തന്നെ. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.